സെക്സ് എന്ന് പറയുന്നത് പാർട്ട്ണറിന്റെ കൺസെന്റ് ആവശ്യമില്ലാത്ത ആണിന്റെ അവകാശം എന്ന് കരുതുന്ന ഒരുത്തന്റെ ആണധികാരത്തിന്റെ ഇരകളാണ് ഞാനും സിത്താരയും. അതുകൊണ്ട് ഇങ്ങനെ ഇവർ റിയാക്ട് ചെയ്തേല് ഇവരെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? നിങ്ങൾ പറ. ഗതികേടുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനി ഇത് സഹിക്കാൻ വയ്യ. ഇയാളെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങോട്ട് ചെയ്തു കൂട്ടിയ ടോർച്ചറിങ്ങിന് ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ മിസ്റ്റർ വിവേകാനന്ദൻ? പോക്കരുത്തരല്ലേ കാണിക്കുന്നത്? പപ്പൻ ചേട്ടൻ എഴുന്നേറ്റ് അവിടം വരെ ഒന്ന് പോയിച്ചു വരാം. നിനക്ക് ഞാനുണ്ട്. എന്നോട് ആരും വരണ്ട. പപ്പൻ ചേട്ടൻ ഇങ്ങോട്ടാ? അതിന് ഞാൻ അങ്ങോട്ടല്ലടാ, വീട്ടിലോട്ടാ. അവിടെ സാമത്തി ടീച്ചറില്ലേ, അവിടെ വാലിക്കുമ്പോഴും പപ്പൻ ചേട്ടൻ കേൾക്കേണ്ടി വരും കേട്ടോ. ജോയി ഒന്നോട് വിളിച്ചടാ. ഒറ്റയ്ക്ക് പോണ്ട, അപ്പുറത്തൊന്ന് ബിജുവിനെ കൂടെ വിളിച്ചേച്ചു പോ. നമ്മുടെ സ്റ്റേഷൻ പരിധിയിലല്ലേ ഇടപെടണ്ടേ സാറേ? വെട്ടോടത് കണ്ടോണ്ടിരിക്കല്ലേ? പരാതി എന്തെങ്കിലും കിട്ടിയിട്ട് മതി സാറേ. ഒന്നാമതേ സ്ത്രീകളോടുള്ള ഇടപാടാ. മേഴ്സി പറഞ്ഞ കറക്റ്റ്. എന്നാലും നല്ല ഉഷാറാണല്ലേ മേഴ്സിയെ? പെണ്ണുങ്ങളോട് കളിക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ല സാറേ. അതിപ്പോ എന്തിനാ എന്നോട് പറയണ മേഴ്സിയെ? തുറന്നേ വിവേകേട്ടാ. ജോബും പോക്കേ. ചേച്ചി എന്നതായി കാണിക്കുന്നേ? വിവേകത്തിന് കെട്ടഴിച്ചോട്ടെ. മനസ്സില്ല. ഒന്ന് ചെല്ല് സച്ചിയേട്ടാ. നിന്റെ ചേട്ടനില്ലേടാ? ചേട്ടൻ നാട്ടുകാർ മൊത്തം കണ്ടോണ്ടിരിക്കുക. പിന്നെയാണെങ്കിൽ ഞാൻ എന്നെ ചെയ്യാനാ? ചെല്ല് ചെല്ലേ പറഞ്ഞേ. അത് ശരിയാവത്തില്ല. ആൾക്കാർ ഒത്തിരി വരുന്നുണ്ട്. എനിക്കൊന്നും അറിയാൻ മേല. കഥ കൂട്ടിയേക്കോ? പ്രശ്നമാവോ ഐഷു? എന്ത് പ്രശ്നം? നമ്മളിത് ആദ്യം പ്രതീക്ഷ. ഹലോ, ആ പരമിതിനെ. എടോ, ലൈവ് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുക. വ്യൂവേഴ്സ് 2 മില്യൺ കഴിഞ്ഞു. ഞാൻ കാണുന്നുണ്ട്. ഓ, കമന്റ്സിന്റെ പെരുന്നാളാ. പക്ഷെ കൂടുതലും അയാൾക്ക് സപ്പോർട്ടാ. അത് കാര്യം കണ്ട ഞരമ്പ് രോഗികളല്ലേ കൂടുതലും. അയാൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നാ കൂടുതൽ ആൾക്കാരും. നമുക്ക് നോക്കാം. അതെ, ഇയാളുടെ കെട്ടഴിക്കണമെന്ന് ഇയാൾ പറയുന്നതൊക്കെ കേൾക്കണമെന്നും പറഞ്ഞ് ഒത്തിരി ഒരു കമന്റ് ചെയ്യുന്നുണ്ട്. എന്താ വേണ്ടേ? ഇയാള് പറയട്ടല്ലേ. ഡിയർ വ്യൂവേഴ്സ്, ഞങ്ങൾ ഇയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ മനുഷ്യാവകാശത്തിനോ ഒന്നും എതിരല്ല. ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞോട്ടെ, അല്ലെ? നമുക്ക് കേൾക്കാം. ഐഷു പറഞ്ഞത് കേട്ടിട്ടല്ല, ഞങ്ങൾ അനുഭവിച്ചതാ. ഞങ്ങൾ തുറന്നു പറഞ്ഞത്. ഇയാൾ ഇതും പറയും, ഇതിനപ്പുറവും പറയും. ഞാനിതൊന്നും മറുപടി പറയുന്നില്ല. പിന്നെ ഭാര്യ ആ പ്രിവിലേജ് കൊണ്ട് ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഓഫീസിലത്തെ പണിക്ക് നിൽക്കല്ലേ, പൊക്കം അവിടുന്ന്. ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങള് ഇനി കേട്ടാലേ നമ്മുടെ മാന്യത പോവും. സിത്താരെ, മതിയാക്കാം. കുറച്ചേരായാലും മിണ്ടാതിരിക്കട്ടെ. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണമെന്ന് ഒരുപാട് സ്ത്രീകളുടെ കമന്റ്സ്. കേസ് കൊടുക്കാൻ തയ്യാറല്ലാന്ന് ഇവർ ആദ്യമേ പറഞ്ഞതാ. ഇയാളെ എക്സ്പോസ് ചെയ്യാ, അതാണ് ഇയാൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. മൈ ബോഡി മൈ പ്രൈഡ്. ഇത് ഞങ്ങൾ തുടങ്ങി വെക്കുന്ന ഒരു സമരമാണ്. ഇത് ഏറ്റെടുക്കാൻ ഒരുപാട് സ്ത്രീകളുണ്ടാവും. അതുവരെ ഇയാള് ഇതുപോലെ ഇവിടെ കിടക്കും. ഇയാളുടെ മനുഷ്യാവകാശങ്ങളൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ടോയ്ലറ്റിൽ പോവാനും കിടന്നുറങ്ങാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഞങ്ങൾ ഇയാൾക്ക് സമയം കൊടുക്കും. അതുകൊണ്ട് തൽക്കാലം ഈ ലൈവ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം.
നാളെ രാവിലെ 8 മണിക്ക് ഞങ്ങൾ വീണ്ടും ലൈവിൽ വരും. ഇതിനിടയിൽ ചില അപ്ഡേറ്റ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. നാളെ നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ തീരുമാനിക്കും ഇയാളെ എന്താ ചെയ്യേണ്ടതെന്ന്. സോ ഇറ്റ്സ് മീ ഐഷു സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്. അയ്യോ തീർന്നോ? ഇത് തന്നെ സീരിയലോ എപ്പിസോഡായിട്ട് കാണിക്കാൻ. എന്നാലും ആ പെണ്ണുങ്ങൾ മൂന്നും എന്നെ കിടുവല്ലേ? പിന്നെ അല്ലാണ്ട് നിനക്ക് അങ്ങനെ തോന്നിയോ? പിന്നെ വെറുതെ ഇരിക്കുക, മനുഷ്യൻ ടെൻഷനായിട്ട് വരാം. ഹലോ സാർ. എന്തോന്നാണോ താൻ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? തന്റെ സ്റ്റേഷൻ ലിമിറ്റാണല്ലോ അതൊക്കെ നടക്കുന്നത്. എന്താ സാർ? എന്താണോ താൻ സോഷ്യൽ മീഡിയ ഒന്നും കാണുന്നില്ലേ? ഓ അതോ, അത് കണ്ടോണ്ടിരിക്കുന്നു സാർ. എന്നിട്ട് ഇതെന്താ സിനിമയാണോ കണ്ടിരുന്ന് രസിക്കാൻ? എടോ അവിടെ ഒരു ക്രൈമല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. പോയി അന്വേഷിക്കണോ? ശരി സാറേ. സച്ചേട്ട എന്റെ കൂടെ വന്നേ, നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാന്ന്. കേസും കൂട്ടവും അത് പിന്നെ വലിയ പുലുവാലാകും. ചോപ്പാ സച്ചേട്ടൻ വന്നേ, ഞാൻ സംസാരിക്കാൻ സിത്താരിച്ചോട് കേറ്. വണ്ടി വന്നേ, അങ്ങോട്ട് ഇറങ്ങി വരാണ്ട. ഞങ്ങളെല്ലാം കൂടി വാതിലടിച്ച് പൊളിച്ചേക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, അത് ഗായത്രി സംസാരിക്കും. സിത്താരിച്ചി കഥ തുറക്ക്, ഞാനാ ഗായത്രി. എന്നെ നോക്കിയേക്ക്. അല്ല ചോപ്പ വന്നേ ഇങ്ങോട്ട്. ഞാൻ സിത്താരച്ചി ആ കീ ഇങ്ങോട്ട് എടുത്തേ. സിത്താരച്ചി കഥ തുറക്ക്, ഞങ്ങൾ അകത്തോട്ട് വരാം. ഗായത്രി പൊക്കോ, ഇതിൽ ഇടപെടണ്ട. എന്നതേ കാണിക്കുന്നേ? ക്യാമറ മാറ്റ്, ഇത് ഞങ്ങളുടെ കുടുംബകാര്യാ. ചേച്ചി ആദ്യം ലൈവ് നിർത്താൻ പറഞ്ഞേ. അനിയനും ഭാര്യ പ്ലീസ് ഗായത്രി ഗായത്രി പൊക്കെ. അഴിച്ചുവിട്. നിങ്ങൾ ഇവിടെ നിന്ന് കൂടുതൽ പറയുന്നത് പ്രശ്നമാവും. കേൾക്ക്, ചെല്ല്. please. ചേച്ചി ചേച്ചി ചെല്ല്. ചേച്ചി പ്ലീസ് ചേച്ചി ചേച്ചി. അയ്യോ, പോലീസ് എത്തി. സാരല്ല, ടെൻഷൻ ആവണ്ട. എന്തത്? എല്ലാവരും മാറിക്കണ്. അക്രമം സാറേ ഈ കാണിക്കുന്നത്. വിവേകേട്ടൻ തുറന്നുവിടാൻ പറയും. താനാരാ? ഫ്രണ്ടാ സാറേ, വിവേകേട്ടൻ അവർ കിഡ്നാപ്പ് ചെയ്തേക്കുവാ. പെട്ടെന്ന് മോചിപ്പിക്കും സാറേ. മാർക്ക്. എന്ത് ചെയ്യുന്നത് ഞങ്ങൾ തീരുമാനിച്ചോളാം. നിനക്കൊന്നും വേറെ പണിയില്ലടോ. വീട്ടിൽ പൊക്കെ ഇതിനകത്താണോ? സാറേ. അതെ, ചായയുടെ അത് അവരയില്ലാന്നേ. സാറേ ഹാൻഡ് കഫ് എടുത്തില്ല. എന്തിനാടോ? അല്ല, അറസ്റ്റ് ചെയ്യേണ്ട വന്നാൽ. അകത്ത് സ്ത്രീകളടോ. ഓ സച്ചേട്ടാ സച്ചേട്ടാ നിക്ക്. സിതാരച്ചി ദേണ്ട പോലീസ് വന്നേക്കുന്നു. കഥ തുറക്ക്. അതെ, എടി പൊടിയൊന്നും വിളിക്കണ്ട, മര്യാദയ്ക്ക് സംസാരിക്കും. ഓ എന്നാ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ബൈബിൾ വായിക്കാം. എന്നാ മേഴ്സി, കൂൾ കൂൾ. പെങ്ങളെ, നമുക്ക് ശാന്തമായിട്ട് പരിഹരിക്കാം. ആദ്യം ക്യാമറ ഒന്ന് മാറ്റും. സാറുമാരിപ്പോ പൊക്കെ. അല്ല, അകത്തൊരു ക്രൈമല്ലേ നടക്കുന്നത്. IPC 308. അപ്പൊ ഞങ്ങൾക്ക് കയ്യും കെട്ടി നോക്കിക്കാൻ പറ്റുമോ? കഥകും തുറക്ക്. സൗകര്യമില്ല, സാറുമാര് ചെന്നാട്ടെ. അങ്ങനെ പോകാനല്ലടി ഞങ്ങൾ വന്നത്. കഥ തുറക്കും. മേഴ്സി, പെങ്ങന്മാരെ ഒരു കോംപ്രമൈസ്. ആ ചാവി കിട്ടും. നടക്കില്ല സാറേ, ഞങ്ങൾ രണ്ടും കൽപ്പിച്ച വന്നിരിക്കുന്നേ. ഇനി പ്രൊവോക്ക് ചെയ്യാൻ നിന്നാ ഞങ്ങളുടെ കയ്യിൽ സൈനൈഡ് ഉണ്ട്. സാർമാർ രണ്ടുപേരും തോന്നും. അതോ വേണ്ട വേണ്ട. ആ ജനലടച്ച് പെങ്ങന്മാര് റിലാക്സ് ചെയ്തോ. പ്ലീസ് പ്ലീസ്. ഓക്കെ കുട്ടികൾ ഓക്കെ. സൈനീടോ? നിന്നെ എവിടുന്ന സൈനീട്? ഈ സമയത്ത് വേറൊരു നമ്പർ നടക്കൂല. എന്തൊരാവേശായിരുന്നു മേഴ്സി. അത് പിന്നെ സാറേ, നമുക്ക് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു ഏരിയ അല്ലേ, സ്ത്രീകളല്ലേ. സച്ചേട്ടൻ പോവാണോ? പിന്നെ ഞാനിവിടെ പരിപാടിയാണ്. ഹലോ സാറേ. എടോ താനെവിടെയാ? ഞാൻ സ്പോട്ടിലുണ്ട് സാർ. CM-ന്റെ PA വിളിച്ചിരുന്നു. ചാടി കയറിയപ്പോ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ടതാ ഇൻസ്ട്രക്ഷൻ. പെട്ടെന്ന് അത് നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്താ പീഡനക്കാരന്റെ കൂടെ പോലീസ് എന്നാവും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ സാർ. പക്ഷെ ആ സ്ത്രീകള് സൈനൈഡായിട്ട് നിപ്പ്. അതൊക്കെ വെറും ഭീഷണിയാടോ. ഇത് ഇത്ര ആൾക്കാരെ സ്ഥിരം അടവാ. എന്നാലും എന്തെങ്കിലും സംഭവിച്ചാ എന്റെ തലയിലാവില്ല സാറേ. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് അല്ലേ. എന്നാ താൻ പോയി വല്ല ICU എടുക്കടോ. എടോ അകത്ത് കയറാൻ നിൽക്കണ്ട, അവിടെ സർവൈലൻസ് ഇട്ടാ മതി. ശരി സാർ. അതെ, നിങ്ങളെന്നോട് ഡ്യൂട്ടിക്ക് ഇടാ. അയ്യോ സാറേ, അത് പിന്നെ വെറുതെ ഒന്ന് നിർത്താ മതി, നാട്ടുകാരെ കാണിക്കാൻ. മോളിൽ നിന്നുള്ള ഓർഡറാ, മനസ്സിലായാ? ഓ, അപ്പൊ നമ്മള് ഗാലറിയിൽ ഇരുന്ന് കളി കാണണം, അത്രയല്ലേ ഉള്ളൂ സാറേ. മേഴ്സിയെ, സൈനൈഡ് കേസാ, മറക്കണ്ട, പണി പോവും. അക്ഷിതേ, ഒന്ന് മേഴ്സിനൊന്ന് തണുപ്പിച്ചു കിട്ടാം. അതൊക്കെ എന്റെ വേറെ നമ്പറിലായിരുന്നു സാർ. ചെന്നിട്ട് 5-6 ഗുളി കഴിക്കേണ്ടതാ. ഇറങ്ങട്ടെന്നാ. ആരും പോയില്ല ഇതുവരെ. പറഞ്ഞു വിടറോ എല്ലാത്തിനും. വണ്ടി കേട്ടോ. ലൈക്സും ഉണ്ട് ഒരുപാട്. ഇത് എവിടെ നിന്നൊക്കെയാ? ജർമ്മനി, UK, US, UAE. നിന്റെ ചാനൽ ഒരൊറ്റ രാത്രി കൊണ്ട് കത്തിക്കയറി. എനിക്കിട്ടാ പോരെ തെറി അല്ലേ? ഞാനൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. മെയിലീഗോ പോയി ചാവൻ പറ അമ്മരോട്. ഏയ്, നീ ഒരു കമന്റ് കണ്ടോ? 22 ഫീമെയിൽ ആണ് ക്ലൈമാക്സ് എങ്കിൽ
അത് ലൈവില് കാണിക്കണോന്ന്. പേടിയുണ്ടാ?